ഗോ എനിവെയർ ഡു എനിത്തിങ് എന്ന ലോങ് സ്റ്റാൻഡിങ് ടാഗ് ലൈനുള്ള ജീപ്പിൻ്റെ പല മോഡൽസ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ജീപ്പ് മെറീഡിയൻ, ജീപ്പ് കോമ്പസ്, ജീപ്പ് റാംഗ്ലർ, റൂബിക്കോൺ. അങ്ങനെ ഇന്നൊരു ക്യാമ്പ് ജീപ്പ് എന്ന ഓഫ് റോഡ് ഡ്രൈവ് നടക്കുകയാണ് ഇവിടെ ആലുവയിൽ. സോ ലെറ്റ്സ് കം ടുഗെദർ ആൻഡ് ഗോ ഫോർ എ റൈഡ് ഇൻ ജീപ്പ് മോഡൽ. പലതരത്തിലുള്ള ഓഫ് റോഡിങ് ട്രാക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കുലേഷൻ ആണ്. അപ്പോൾ ജീപ്പിൻ്റെ 4x4 ആ ഒരു കംപ്ലീറ്റ് ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വീലിൻ്റെ ആർട്ടിക്കുലേഷൻ നമുക്ക് കാണാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് നെക്സ്റ്റ് ട്രാക്കാണ്. ഇവിടെ എന്ന് പറയുന്നത് ആ ഒരു ട്രാക്ഷൻ കൺട്രോളും ചെക്ക് ചെയ്യുന്നത്, അതുപോലെ ഇൻക്ലൈനും ഡിക്ലൈനും അപ്രോച്ചും ആംഗിളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു സ്റ്റീപ്പ് ഇൻക്ലൈൻ വരുന്നുണ്ട്, ഒരു 50 ഡിഗ്രിയുടെ ഇൻക്ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ അപ്രോച്ച് ആംഗിളും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കാണ് ഈ സൈഡ്. നമുക്കിവിടെ ഏതൊക്കെ വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഒരു മെറീഡിയൻ ഉണ്ട്, പിന്നെ ഒരു റുബിക്കോൺ ഉണ്ട്. റുബിക്കോണിൻ്റെ റൂഫൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. സോ കാണാൻ തന്നെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ അല്ലാതെ ഒരു റാംഗ്ലർ റുബിക്കോൺ വേറെ ഉണ്ട്, ഒരു റെഡ് കളർ. പിന്നെ ജീപ്പ് കോമ്പസ് ഉണ്ട്. ഇത്രയും മോഡൽസ് ആണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മറ്റു വണ്ടികൾ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ ആ ഒരു ആർട്ടിക്കുലേഷൻ ട്രാക്കിലാണ് പോകുന്നത്. ഇവിടെ ആ ഒരു നമുക്ക് ലോ റേഞ്ചിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കാനേ പാടില്ല, അതുപോലെ ബ്രേക്കും പാടില്ല. വണ്ടി ഒരു ക്രോൾ മൂവ്മെൻറ്റിൽ വണ്ടി തന്നെ ഒരു പിറ്റ് ഹോൾസിലും ഒക്കെ കൂടെ വണ്ടി കയറി ഇറങ്ങി തന്നെ പോകും. നമ്മൾ ആക്സിലറേറ്റർ കൊടുത്താൽ അതിൻ്റെ RPM ഓൾറെഡി ഹൈ ലെവലിലാണ് നിൽക്കുന്നത്, ലോ റേഞ്ചിലായതുകൊണ്ട്, ലോ ഗിയറിലായതുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ അതിൻ്റെ ഒരു ഫുള്ളപ്പ് സ്പീഡ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറ് കൊടുക്കാൻ പാടില്ല, വണ്ടിയിൽ വിശ്വസിച്ച് പോവുക. അതാണ് ഇവിടുത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻ 50 ഡിഗ്രിയുടെ ഒരു ഇൻക്ലൈൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ ഒരു അപ്രോച്ച് ആംഗിളും ഒരു കുത്തനെയുള്ള ഒരു ഹിൽ ഡിസെൻ്റൊക്കെ അതിൻ്റെ ഒരു കൺട്രോളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത് കാണുമ്പം ഒരു ഈസി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് അകത്തിരിക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചങ്കെടുപ്പ് ഉണ്ടാകും. കാരണം ഒരു ഈ ഹിൽ ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് വണ്ടി നല്ല കുത്തനെയുള്ള നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇത് വണ്ടി കൺട്രോൾ ആവുമോ എന്നൊക്കെയുള്ളൊരു തോട്ട് നമുക്കുണ്ടാകും. പക്ഷേ യു ട്രസ്റ്റ് ദ വെഹിക്കിൾ, കാരണം അത് വളരെ സ്റ്റേബിളായിട്ട് തന്നെ, വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ഹിൽ ഡിസെൻഡ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് സൂപ്പറായിട്ട് അത് ഇറങ്ങി പോകുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കാണുന്നത്. Do not touch the brake or the accelerator when we are going downhill, otherwise